ഹരിശ്രീ ഗണപതായ നമ. അവിഘ്നമസ്തു. ഗും ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വിവാഹ സംബന്ധമായ വിഷയങ്ങൾ ചിന്തിക്കുന്നതിൽ വിവാഹം എവിടെ നിന്ന് എന്നുള്ള വിഷയം, ഗ്രഹനില പ്രകാരം വിവാഹം എവിടെ നിന്ന് എന്ന വിഷയത്തെപ്പറ്റി ചിലത് സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് പ്രശ്നമാർഗം ഉത്തരാർത്ഥം അധ്യായ 20 ശ്ലോകം 50 ആചാര്യൻ അതിനു വേണ്ട സൂചന നമുക്ക് തരുന്നുണ്ട്. അതെന്തെന്നാൽ ഏഴാം ഭാവാധിപതി നിൽക്കുന്ന രാശി, ഏഴാം ഭാവാധിപൻ അംശിച്ച രാശി, ശുക്രൻ നിൽക്കുന്ന രാശി, ശുക്രൻ അംശിച്ച രാശി, ശുക്രൻ്റെ 7ാം രാശി, ലഗ്നാൽ 7-ൽ നിൽക്കുന്ന ഗ്രഹം, 7-ൽ നോക്കുന്ന ഗ്രഹം, ചന്ദ്രൻ്റെ 7-ൽ നിൽക്കുന്ന ഗ്രഹം, ചന്ദ്രൻ 7-ൽ നോക്കുന്ന ഗ്രഹം, ശുക്രൻ്റെ അഷ്ടവർഗത്തിൽ ശുഭഗ്രഹയോഗവും അധികം അക്ഷവുമുള്ള രാശി, ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയിൽ അധികം അക്ഷമുണ്ടെങ്കിൽ ആ രാശി, 7ാം ഭാവാധിപതി നിൽക്കുന്ന രാശിയിൽ അധികം അക്ഷമുണ്ടെങ്കിൽ ആ രാശി എന്നിവയുടെ ദിക്കുകളിൽ നിന്ന് വിവാഹം ചെയ്യുന്നത് ശോഭനമാകുന്നു. ഈ ഗ്രഹങ്ങളിലും രാശികളിലും ഭാര്യാ സംബന്ധം അധികമുള്ളവയുടെ ദിക്കായിരിക്കും ഏറ്റവും ശോഭനമെന്നും പറയുന്നു. അതുപോലെ തന്നെ ശുക്ലാഷ്ടവർഗത്തിൽ ത്രികോണശോധനയും ഏകാധിപത്യ ശോധനയും കഴിഞ്ഞതിന് ശേഷം രാശിചക്രത്തിൽ ഏതൊരു രാശിയിൽ അക്ഷങ്ങൾ ഉണ്ടോ ആ ദിക്കിൽ ജനിച്ച കന്യക ഉത്തമമാണ് എന്ന് 51-ാം ശ്ലോകത്തിൽ ആചാര്യൻ പറയുന്നു. അതുപോലെ തന്നെ 7ാം ഭാവാധിപൻ നിൽക്കുന്ന രാശി കൊണ്ടും അംശിച്ച രാശി കൊണ്ടും അല്ലെങ്കിൽ ശുക്രൻ അംശിച്ച രാശി കൊണ്ടും ശുക്രൻ നിൽക്കുന്ന രാശി കൊണ്ടും ദിക്കിലേക്കുള്ള വഴിയുടെ ദൂരം ചിന്തിക്കണം എന്ന് പറയുന്നു. അതായത് ചരരാശി, ഉഭയരാശി, സ്ഥിരരാശി എന്നിവ കൊണ്ട് ക്രമമായി അധിക ദൂരം, മധ്യമദൂരം, സമീപദൂരം എന്നിങ്ങനെ കണക്കാക്കണം. അത് 51-ാം ശ്ലോകത്തിൽ പറയുന്നു. ഇനി നമ്മൾ ദിക്ക് നോക്കുമ്പോൾ ഐന്ദ്രാം വേഷവൃഷാവഗ്നികോണേ ബിന്ദുരുംബസ്ഥിതം എന്ന് തുടങ്ങുന്ന പ്രമാണപ്രകാരമായിരിക്കണം ദിക്കുകൾ കണക്കാക്കേണ്ടത്. അതായത് ജന്മപ്രകരണം ശ്ലോകം ഹോരാചാര്യൻ്റെ ആണ് നമുക്ക് ദിക്ക് നോക്കാൻ ആധാരമായിട്ടുള്ളത്. അതിൽ പ്രകാരം ജന്മപ്രകരണത്തിലെ ശ്ലോകം 21 പറഞ്ഞിട്ടുണ്ട്: മേടമിടവം കിഴക്ക്, മിഥുനം തെക്ക് കിഴക്ക് അഥവാ അഗ്നികോൺ, കർക്കിടകം ചിങ്ങം തെക്ക്, കന്നി തെക്ക് പടിഞ്ഞാറ് അഥവാ നിര്യതികോൺ, തുലാം വൃശ്ചികം പടിഞ്ഞാറ്, ധനു വടക്ക് പടിഞ്ഞാറ് അഥവാ വായുകോൺ, മകരം കുംഭം വടക്ക്, മീനം വടക്ക് കിഴക്ക് അഥവാ ഈശാനകോൺ എന്ന വിധം ചിന്തിക്കണം എന്നാണ് പറയുന്നത്. ഇനി അതല്ല രാശികളുടെ ദിക്കുകൊണ്ടാണ് കാണേണ്ടതെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. അതായത് മേടത്രികോണം പ്രകാരം, അതായത് മേടചിങ്ങധനുക്കൾക്ക് കിഴക്ക്, അതും രാശിഭേദ പ്രകരണം ശ്ലോകം 11 പറഞ്ഞ പ്രകാരമാണ്. പ്രാഗാദീശ തുടങ്ങിയ ശ്ലോകമുണ്ടല്ലോ. മേടചിങ്ങധനുക്കൾക്ക് കിഴക്ക്, ഇടവകന്നി മകരങ്ങൾക്ക് തെക്ക്, മിഥുന തുലാ കുംഭങ്ങൾക്ക് പടിഞ്ഞാറ്, കർക്കിടക വൃശ്ചിക മീനങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് എന്നിങ്ങനെയും എടുക്കാം. ഇനി അതുപോലെ തന്നെ ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെങ്കിൽ ഗ്രഹങ്ങളുടെ ദിക്ക് എങ്ങനെ കണക്കാക്കാമെന്ന ഗ്രഹ യോനിഭേദ പ്രകരണത്തിൽ ശ്ലോകം 5 ഹോരാചാര്യൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രഹങ്ങൾക്ക്, അതായത് സൂര്യൻ കിഴക്ക്, ശുക്രന് തെക്ക് കിഴക്ക്, ചൊവ്വയ്ക്ക് തെക്ക്, രാഹുവിന് തെക്ക് പടിഞ്ഞാറ്, ശനിക്ക് പടിഞ്ഞാറ്, ചന്ദ്രന് വടക്ക് പടിഞ്ഞാറ്, ബുധന് വടക്ക്, ഗുരുവിന് വടക്ക് കിഴക്ക് എന്നിങ്ങനെ ഗ്രഹങ്ങളുടെ ദിക്കും അറിയണം എന്നാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ 7ാം ഭാവാധിപതി നിൽക്കുന്ന രാശി, അതുപോലെ അംശിച്ച രാശി, അതുപോലെ തന്നെ ശുക്രൻ അംശിച്ച രാശി, ഇങ്ങനെ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അതിൽ ഏതൊരു ദിക്കിലാണോ 2-3 ലക്ഷണങ്ങൾ ഒന്നിച്ച് വരുന്നത് ആ രാശിയിലും ആ ദിക്കിലും ജനിച്ച കന്യകയായിരിക്കും ഐശ്വര്യസിദ്ധിക്ക് ഏറ്റവും നല്ലതെന്നാണ് ശ്ലോകം 53 ആചാര്യർ പറഞ്ഞിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ 7ാം എങ്ങനെയാണോ നമ്മൾ ഭാര്യാവിചിന്തനം നടത്തുന്നത് അതുപോലെ തന്നെ സ്ത്രീകളുടെ ജാതകത്തിൽ നിന്ന് ഭർത്തൃ നിരൂപണവും നിർവഹിക്കാം എന്നും ആചാര്യർ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഭാര്യയുടെ ദിക്ക് കണക്കാക്കുമ്പോൾ പറയുവാനുള്ളത്.